അപ്പൊ ഈ ഹാപ്പി ക്രിസ്മസിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് ഇത്രയും കളറാക്കിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ജിതിനച്ചനാണ്. അപ്പോൾ ജിതിനച്ചന് ഞങ്ങൾക്കൊരു സമ്മാനം തരണമെന്നുണ്ട്. നമ്മുടെ ഇത്രയൊക്കെ പാടി നമ്മളെ കളറാക്കി ജിതിനച്ചന് നമ്മുടെ പ്രേക്ഷകർ നൽകുന്ന വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ഭാഷയിൽ പറയപ്പ എന്ന് പറയുന്നു. കാസർഗോഡ് ഭാഷയിലൊരു ഡയലോഗ് അതറിയില്ല. അച്ഛൻ ഇപ്പൊ പയ്യന്നൂരിലാണ്. അപ്പൊ അച്ഛന് നമുക്കൊരു ഗംഭീര സമ്മാനം കൊടുക്കണം. ഞാൻ സമ്മാനം ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അച്ഛനോട് നിൽക്കുക, ഞാൻ സമ്മാനം എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഈ സമ്മാനം കൊടുക്കാൻ സമ്മാനം ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സമ്മാനം ഞാൻ കൊണ്ടുവന്നു. സമ്മാനം പക്ഷെ ഞാനല്ല തരുന്നത്, അവിടെയുണ്ട് സർപ്രൈസ്. അച്ഛന് സമ്മാനം തരാനായിട്ട് ഞാൻ മാനന്തവാടി രൂപതയെ നാളെ ഇറക്കുന്നുണ്ട്. അതെയോ? സന്തോഷം. നമ്മുടെ സ്വന്തം വൈസ് ചെയർമാൻ ജോസഫ് അഗസ്റ്റിൻ, വെൽക്കം സർ. എങ്ങനെയുണ്ടായിരുന്നു സാർ അച്ഛൻ? അപ്പോൾ അച്ഛന് നമുക്കൊരു സമ്മാനം കൊടുക്കാം. അച്ഛൻ പൊളിയായിരുന്നു, മാസായിരുന്നു, അതിനപ്പുറം വർണ്ണിക്കാനില്ല. ഒരു സെക്കൻഡ്, ഞാൻ മൈക്ക് ഒന്ന് എടുത്തോട്ടെ. മൈക്ക്. അടിപൊളി പരിപാടിയായിരുന്നു. ജനങ്ങളിങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷം തുടങ്ങിയപ്പോഴേ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ അടിപൊളിയായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇനി എല്ലാ പ്രേക്ഷകരും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആവേശമായിരുന്നു. 24 മണിക്കൂറല്ല, 72 മണിക്കൂർ ആഘോഷമാണ്. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. അപ്പോൾ ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട്. അപ്പോൾ അച്ഛാ, ഓക്കെ, താങ്ക് യു.